എൻ്റെ നുളയിലെ ശീലങ്ങളെല്ലാം മുള്ളിക്കളയുന്നത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ആദ്യം ഞാൻ നടന്ന് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അവൾ പറഞ്ഞു വ്ളോഗ് എടുക്കണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ അവളൊന്ന് സുന്ദരി എന്ന് വിളിച്ചു. അതാണ് ആ ചിരിൻ്റെ പിന്നിലെ രഹസ്യം ഗായ്സ്. അപ്പോൾ നമ്മൾ നടന്ന് പോകുന്നത് എങ്ങോട്ടാണ്? നമ്മൾ ബസ് സ്റ്റോപ്പിലേക്കാണ് നടന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് നമ്മൾ അമ്പലമൊക്കെ കടന്നത് കേട്ടോ, തൃക്കാവ് അമ്പലം. അപ്പോൾ ഇതൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബസ് കയറിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. യാത്രയായി സൂര്യാംബുജം അല്ല, വിജിതാനോഗാണ് യാത്രയാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എടപ്പാൾ USTയിലേക്കാണ് പോകുന്നത്. അപ്പോൾ UST എന്താണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സുഡിയോ പോലെ റിലയൻസ് ട്രെൻഡ്സിൻ്റെ ബ്രാൻഡാണ്, അഫോർഡബിൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ബ്രാൻഡാണ് UST കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ബോണ്ടിങ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അനിയത്തിയും താത്തയും തമ്മിൽ നല്ല സ്നേഹമാണെന്നൊന്നുമില്ല ഗായ്സ്. എനിക്ക് എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവൾ എന്നെ ഒന്ന് പിടിച്ച് കയറ്റി തരുന്നതാണ് കേട്ടോ. ഇറങ്ങുമ്പോഴും ഇതുപോലെ പിടിക്കും. ഉമ്മ പറഞ്ഞിട്ടുണ്ട് എസ്കലേറ്ററിൽ കയറുമ്പോൾ കൈ പിടിക്കണേടേന്ന്. അത് വാക്ക് പാലിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഗൈസ് സംഭവം. അപ്പോൾ നമ്മളിതാ USTയിൽ എത്തിയിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ എന്താ പറയുക, അഫോർഡബിൾ ഷോപ്പിംഗ് എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കയറിയിട്ട് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഇത് ട്രയൽ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറയായിരുന്നു ഓൾറെഡി ഞാനതൊക്കെ ചെയ്തതാണ്. അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നപ്പോൾ അവൾ അത് ട്രയൽ ചെയ്തിട്ടുണ്ട് അത്രേ. അപ്പോൾ നമ്മളിതാ പിങ്ക് ഷർട്ട് കണ്ടപ്പോൾ അവൾ നോക്കുകയാണ്. അവൾക്ക് ഷർട്ടാട്ടോ വേണ്ടിയിരുന്നത്. അപ്പം ഇതാ പിങ്ക് ഷർട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. എന്നിട്ട് അവൾ പറയായിരുന്നു മീഷോയിൽ ഞാൻ കാർട്ടിലിട്ടുണ്ട് അത് നോക്കായിരുന്നു. പിന്നെ അവൾ എടുക്കണ്ട, നീ നിന്നെ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നിൽക്കണത്. പിന്നെ ഇതാ ഗായ്സ് നമ്മൾ എന്താ പറയുക, വെറുതെ സ്നേഹപ്രകടനങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ എന്തൊക്കെ കാണിച്ച് പ്രഹസനം കാണിക്കണ്ടേ നമ്മൾ, അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ റെക്കോർഡിങ് ഓഫായി എന്ന് വിചാരിച്ചിട്ട് അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കാട്ടോ. അവൾ എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ചുവട് വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ അവളെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവളല്ല, എന്നെയാണ് കാണാണ്ടായത്, എനിക്കാണ് വഴി തെറ്റിയത്. ഞാൻ മെൻ സെക്ഷനിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ ക്യാമറ റെക്കോർഡിങ് ഓഫായി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇത്രയും നേരം ഓണായിട്ടുണ്ടായിരുന്നത് ഞാൻ അറിയണില്ല കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു സംഭവം. നിങ്ങൾക്ക് ആംഗിൾ കാണുമ്പോൾ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കണത്. ഇത് ഇനിയിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തെന്ന് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. ഞാൻ ഇടയ്ക്ക് നോക്കിയത് ബ്രൈറ്റ്നെസ് കുറവുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഗൈസ് ക്യാമറ ഓണായത്. എന്ത് ചെയ്യാനല്ലേ. പിന്നെ മിറർ കണ്ടപ്പോഴാണ് നമ്മൾ ക്യാമറ ഓണായിരുന്നു എന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ അത് ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ മിറർ കണ്ടാൽ സെൽഫി എടുക്കണമെന്ന് നിർബന്ധമാണ് അല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. പിന്നെ നമ്മൾ ജ്വല്ലറി കളക്ഷൻസ് കണ്ടപ്പോൾ ഞാൻ അറിയാതെ തന്നെ നാഗവല്ലിയായി മാറുകയായിരുന്നു ഗൈസ്. കിളികളും പൂക്കളും പച്ചയിലകളും കാടുകളും എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ കമ്മൽ കളക്ഷൻസിൽ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മാലയായിരുന്നു കേട്ടോ. ആ ഒരു മൾട്ടി കളർ സംഭവം കണ്ടില്ല, ആ ഒരു സംഭവമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളൊരു കോയ് ആ ഒരു സംഭവമൊക്കെ പാടുമ്പോൾ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടണം, അപ്പോഴാണ് നമുക്ക് ആ ഒരു സംഭവം കിട്ടുള്ളൂ. പിന്നെ കുറേ ലെയർ ചെയിന്, കുതിരക്കൊമ്പ്, അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ള മാലകൾ, ഇതൊക്കെ നമ്മൾ കണ്ട് എന്താ പറയുക, കണ്ണിൽ തഴമ്പടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. മറ്റേത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര കണ്ട ഒരു ഗട്ട്സ് ഇല്ലാത്ത കാരണം ഞാൻ തിരിച്ചത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചെറുതിൽ TV മാത്രം കണ്ടുകൊണ്ടിരുന്ന പിങ്ക് പാന്തറൊക്കെ ഇപ്പോൾ ഷർട്ടിലാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ടോ ഗൈസ്? അവിടെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ കണ്ടിരുന്നു, ടീഷർട്ടായിട്ടും ഇതൊക്കെ ആയിട്ടും. അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോ എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇത് ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അവൾ ട്രയൽ റൂമിൽ കയറിയിട്ട് കുറേ ഷർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ട്രയൽ റൂമിൽ കയറിയിട്ട് കുറേ സമയം എന്നെ പോസ്റ്റാക്കി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ എത്ര സമയം ഇങ്ങനെ പോസ്റ്റായിട്ട് വെറുതെ പുറത്തിരുന്ന് സമയം കളയുന്നുണ്ട് എന്നുള്ളത് ഞാനന്ന് മനസ്സിലാക്കി ഗൈസ്. പിന്നെ വല്ലാണ്ട് ബോറടിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ ആംഗിൾ തിരിച്ചും മറിച്ചൊക്കെ വീഡിയോ എടുക്കണുണ്ടായിരുന്നു. എന്തിനാണോ എന്തോ, നിങ്ങളെ കാണിക്കാൻ തന്നെ, വല്ലാണ്ട് എന്തിനാ. എൻ്റെ ഫോണിൽ ചാർജ് തീരുന്നവരെ ഞാൻ ഈ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കും ഗൈസ്. ഇതാണ് അവൾ ട്രയൽ ചെയ്ത് നോക്കിയ ഡ്രസ്സ് കേട്ടോ. അത് അവൾക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ആ സംഭവം പാറ്റേണൊക്കെ രസമുണ്ടായിരുന്നു, പക്ഷേ സ്ലീവ്സ് അവൾക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളത് എടുത്ത് അതുപോലെ ഹാങ്കറിൽ വെച്ചിട്ട് അതുപോലെ ആ ഒരു സംഭവത്തിൽ കൊണ്ടുപോയിട്ട ഒരു കുട്ടിയാണ് അവൾ, നല്ലൊരു കുട്ടിയാണ് അവൾ. എന്നിട്ട് നമ്മളൊരു പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ട് മാത്രം എടുത്ത് ചേട്ടനെ കൊണ്ട് ബില്ല് ഇടിപ്പിച്ച് കവറിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് വന്ന് ഗായ്സ്. പിന്നെ സുഡിയോനെ പോലെ അല്ല കേട്ടോ, ഇവർ കവർ ഫ്രീ ആയിട്ട് തരും. സുഡിയോക്കാർ കവറിന് ബില്ലിൽ പൈസ ആഡ് ചെയ്യും. ഇവർ ഈ ഒരു ടീഷർട്ടിന് മാത്രം വേണ്ടിയിട്ട് ഈ ഒരു കവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു ഗൈസ്. എനിക്ക് എന്താ പറയുക, അവരോട് നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വന്നിട്ടോ.
ഫോറം മാളിൽ വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ഈ ഒരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. 30 രൂപ ഉള്ളതെന്നുണ്ടെങ്കിലും ആ സംഭവം കിടുവാണ് കേട്ടോ. ഒരു 100 രൂപേൻ്റെ വേർത്ത് ആ സംഭവം നമുക്ക് കിട്ടണുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഈ നട്ടപ്ര വെയിലത്ത് പൊരി വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എമിറേറ്റ്സ് മോൾ ഉണ്ട്. അവിടെ മാക്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് ഷർട്ട് നോക്കിയിട്ട് ആൾക്കൊരു ഷർട്ട് പോലും ഇഷ്ടമായിട്ടില്ലല്ലോ, നമ്മൾ വേറെ സംഭവം പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഓട്ടോ ചേട്ടന്മാരൊക്കെ പറയും നിങ്ങൾ സമ്മതിക്കണം കേട്ടോ, ഞാൻ സ്വെറ്റ് ഷർട്ടാണ് ഇട്ടിരുന്നത്, ഇജാതി ഡ്രസ്സ് ഇട്ടിട്ട് ഈ വെയിലത്ത് നടക്കണമെങ്കിൽ അപ്പാരം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയായിരുന്നു. നമുക്കിതൊക്കെ എന്ത്, ഞാൻ US AC ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ സംഭവം ഇട്ട് വന്നത്. ഇവളിങ്ങനെ നട്ടപ്ര വെയിലത്ത് നമ്മൾ നടത്തിക്കുന്നത് ഞാൻ വിചാരിച്ചില്ലല്ലോ. പിന്നെ ഇതാ ഈത്തപ്പഴ മരം കണ്ടപ്പോൾ ഞാൻ ഈസ്തറ്റിക് പടം പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ ആയിരുന്നു ഗൈസ്, അവളെ പറ്റിച്ചു നമ്മൾ. അപ്പോൾ അവൾക്കത് മനസ്സിലായപ്പോൾ അവളത് തിരിച്ചു പോയി. ഇവിടെയും പഴയ അശരീരി തന്നെ. നമുക്ക് എന്താ പോസ്റ്റ് ഇട്ടിച്ചിരിക്കുക. അവൾ ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട്. അതിന് അവൾ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അഭിപ്രായം പറയാം. അതിനൊക്കെയാണല്ലോ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടോപ്പ് എടുത്തിട്ട് ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കോപ്പറേറ്റീവ് വീഡിയോസൊക്കെ കുറേ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ കണ്ടുപിടിച്ച പുതിയ പുതിയ രസങ്ങളാണ് ഗൈസ്. പിന്നെ ഇതാ ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു കോട്ട് കണ്ടത്. വാട്ട് ഈസ് ടെണ്ണർ. ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആരാ പിന്നെ ഡ്രസ്സ് എടുക്കാണ്ടിരിക്കുകയല്ലേ. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലിത്തുള്ളിക്ക് കാലിതൻ കാവിലല്ലല്ലോ കാതിൽ. ഞാനൊരു രംഗണ്ണൻ ഫാനാണ് ഗായ്സ്. അങ്ങനെ റീൽസ് എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകേണ്ട, അതിനാണ് നാട്ടിൽ പോണത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മുടിനോട് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ മുടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടു. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഇവൾക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാളെ നമുക്ക് കല്യാണം ഉണ്ട്, മൂത്താപ്പാൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ സുന്ദരി ആവണ്ടേ. അപ്പോൾ അവളവിടെ ത്രെഡ് ചെയ്യട്ടെ. എന്നെ സോഫ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾ കണ്ടപ്പോൾ പേടിച്ചോ? ഞാൻ ജസ്റ്റ് ഒരു ഫിൽറ്റർ ഇട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പം ഫിൽറ്റർ കണ്ട് പേടിച്ചിട്ടാണ് അവൾ പോയിട്ടുള്ളത്. ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ലുക്കാണ് ഞാൻ ചെയ്യാറില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. പൈസ കൊടുത്ത് വേദന സഹിക്കാൻ എനിക്ക് വയ്യ ഗായ്സ്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ നടന്നിട്ട് പോകുമ്പോൾ ഞാൻ പറയായിരുന്നു എനിക്ക് അവിൽ മിൽക്ക് മേടിച്ചതാണ്. അങ്ങനെ നമ്മുടെ എൻ്റർപ്രണർ അതിന് സമ്മതിച്ചിട്ടുണ്ട്. അവിൽ മിൽക്ക് മേടിച്ച് തന്നു ഗായ്സ്. നമ്മൾ ഷോപ്പിൽ കയറി. ചെറിയ കുട്ടികളെ പോലെ കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അനിയത്തിമാർ സമ്മതിക്കും. താത്തമാർ ആഗ്രഹങ്ങളല്ലേ സമ്മതിക്കാണ്ട് ഇവിടെ പോകാൻ. അപ്പോൾ അവളൊരു എൻ്റർപ്രണറായത് എൻ്റെ ഭാഗ്യം. എന്നെ തീറ്റിപ്പോറ്റുള്ള പൈസ ഉണ്ടോയെന്ന് നോക്കുകയാണ് പാവം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് പാട്ട് പാടിയൊക്കെ കഴിഞ്ഞപ്പം കാക്ക നമുക്ക് അവിൽ മിൽക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അവിൽ മിൽക്ക് ഭയങ്കര ഫേമസ് ആണ്. അലിയൻസിലെ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയണ്ടായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയണ്ടായിരിക്കും. ഒരു 40 രൂപക്ക് കിട്ടുന്ന ഒരു സംഭവം കേട്ടോ. ഐസ്ക്രീമും കടലൊക്കെ ഫ്രീ ആയിട്ട് അവർ തരും, കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് തരും. അപ്പോൾ ഇതാ നമ്മൾ അവിൽ മിൽക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം മിക്സാക്കി കഴിക്കേണ്ട അവിൽ മിൽക്ക് ഞാൻ ആദ്യം കടല തിന്ന് പിന്നെ ഐസ്ക്രീം തിന്ന് എന്നിട്ടാണ് അവിൽ മിൽക്ക് കഴിക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ല നിങ്ങൾ കാണുന്നത്, ഒന്ന് നോക്കി നോക്ക്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കി നോക്ക്. ഞെക്കിയിട്ടുണ്ടാവില്ല, എനിക്കറിയാം നിങ്ങൾ ഞെക്കിയിട്ടുണ്ടാവില്ല എന്ന്. ഒന്ന് ഞെക്കടോ പ്ലീസ് ഭയ്യ പ്ലീസ് ഒന്ന് ഞെക്കോ. അപ്പോൾ ഇതാ എൻ്റെ കഴിച്ച് കഴിഞ്ഞപ്പോഴും അവളുടേത് 3/4 കഴിഞ്ഞിട്ടുള്ളൂ. ഇവള് ഭയങ്കര സ്ലോ ഈറ്ററാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് നടന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. കുറച്ചും കൂടി നടക്കാണല്ലോ കേട്ടോ. അപ്പം നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഏതായാലും കുറേ ടൈം അടിച്ച്. അപ്പം ഇനി കുറച്ചുകൂടെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് നമ്മളൊരു പട്ടി സ്കെച്ച് ചെയ്തത് കണ്ടത്. അപ്പോൾ ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ച്. അപ്പോൾ 30 അങ്ങോട്ട് മാറിയിരുന്നിട്ടോ. അവന് ഞങ്ങളെ കണ്ടപ്പോൾ പേടിയായി തോന്നുന്നു. അങ്ങനെ നമ്മളെ ഫ്രണ്ട്സിനെ പോലെ അവളുടെ ഒരു എന്താ പറയുക, ഒന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ ഞങ്ങളങ്ങനെ തൊഴിലൊക്കെ കൈയിട്ട് തമ്മിൽ നോക്കി അങ്ങനെ നടക്കുകയാണ്. ഇതൊരു മോണ്ടിസോറി ആയിട്ട് നമ്മുടെ സൈഡിൽ കാണുന്നത്. അതാണ് നല്ല വോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ തൃക്കാവ് സ്കൂള്, തൃക്കാവ് അമ്പലക്കുളം, അവിടെ ഇതാ മയിലുണ്ട്, കുളത്തിൽ മീനുണ്ട്, എല്ലാം ഉണ്ട് ഗായ്സ്. പിന്നെ ഇതാണ് നമ്മുടെ തൃക്കാവ് അമ്പലം. പിന്നെ നമ്മൾ ലിച്ചി ഡ്രിങ്കും സിപ്പപ്പൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഗായ്സ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.